രണ്ടാമത് പഠിക്കുന്നത് പ്രകാശം എന്ന ടോപ്പിക്കാണ് പഠിക്കുന്നത്. ഞാൻ പ്രദീപ്. ഏവർക്കും പ്രദീപ്സ് അക്കാദമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പ്രകാശത്തെ പറ്റിയുള്ള പഠനമാണ് ഒപ്റ്റിക്സ് എന്നറിയപ്പെടുന്നത്. അപ്പൊ പ്രകാശത്തിനെ പറ്റിയുള്ള പഠനം അറിയപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പ്രകാശത്തിനെ പറ്റിയുള്ള പഠനമാണ് ഒപ്റ്റിക്സ് എന്ന് അറിയപ്പെടുന്നത്. 2015 അന്താരാഷ്ട്ര പ്രകാശ വർഷം എന്നറിയപ്പെടുന്നത് 2015 ആണ്. എന്നാൽ എല്ലാ വർഷവും മെയ് 16 പ്രകാശ ദിനമായി ആചരിക്കുന്നു. അപ്പൊ പ്രകാശ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ് എന്ന് ചോദിച്ചാൽ എല്ലാ വർഷവും മെയ് 16 ആണ് പ്രകാശ ദിനമായി ആചരിക്കുന്നത്. നമുക്കറിയാം, ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആധാരം എന്ന് പറയുന്നത് സൂര്യനിൽ നിന്നും വരുന്ന പ്രകാശമാണ്. സൂര്യപ്രകാശമാണ് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിന് ആധാരം എന്ന് പറയുന്നത്. ഈ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡ്. അപ്പൊ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ് എന്ന് ചോദിച്ചാൽ 500 സെക്കൻഡ് ആണ് സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം. ഇവിടെ സൂര്യപ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 500 സെക്കൻഡ് അല്ലെങ്കിൽ 8 മിനിറ്റും 20 സെക്കൻഡ്. എന്നാൽ ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 1.3 സെക്കൻഡ് ആണ്. 1.3 സെക്കൻഡ് സമയമാണ് ചന്ദ്രനിൽ നിന്നുള്ള പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം. അതുപോലെ പ്രകാശത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്, ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. അനുപ്രസ്ഥ തരംഗം എന്ന് പറഞ്ഞാൽ തരംഗത്തിന്റെ ദിശയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്, തരംഗത്തിന്റെ ദിശയ്ക്ക് ലംബമായിട്ട് ഓസിലേറ്റ് ചെയ്യുന്ന തരംഗങ്ങളെയാണ് നമ്മൾ അനുപ്രസ്ഥ തരംഗം എന്ന് പറയുന്നത്. അപ്പൊ പ്രകാശം എങ്ങനെയുള്ള തരംഗമാണ് എന്ന് ചോദിച്ചാൽ പ്രകാശം ഒരു ട്രാൻസ്വേഴ്സ് വേവ് ആണ്. പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ്. പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് എന്ന് കണ്ടെത്തിയത് അഗസ്റ്റിൻ ഫ്രണൽ ആണ്. പ്രകാശം ഒരു അനുപ്രസ്ഥ തരംഗമാണ് എന്ന് കണ്ടെത്തിയത് ആര് എന്ന് ചോദിച്ചാൽ അഗസ്റ്റിൻ ഫ്രണൽ ആണ്. ഇനി നമുക്കറിയാം, പ്രകാശത്തിന് സഞ്ചരിക്കാൻ ഒരു മാധ്യമത്തിന്റെ ആവശ്യം ഇല്ല. ഒരു മീഡിയത്തിന്റെയും സഹായമില്ലാതെ, ഒരു മാധ്യമത്തിന്റെയും സഹായമില്ലാതെ ലൈറ്റിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ സാധിക്കും, പ്രകാശത്തിന് സഞ്ചരിക്കാൻ സാധിക്കും. എന്നാൽ വിവിധ മാധ്യമങ്ങളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ, അതിപ്പം വായു ആയിക്കോട്ടെ, ജലമായിക്കോട്ടെ, ഗ്ലാസ് ആയിക്കോട്ടെ, ഡയമണ്ട് ആയിക്കോട്ടെ, അങ്ങനെ വിവിധ മാധ്യമങ്ങളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശത്തിന്റെ വേഗതയും വ്യത്യസ്തമായിരിക്കും. ഓരോ മാധ്യമത്തിലും പ്രകാശത്തിന്റെ വേഗതയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ജലത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത ആയിരിക്കില്ല ഗ്ലാസ്സിലൂടെ, അതുപോലെ ആയിരിക്കത്തില്ല വജ്രത്തിലൂടെയുള്ള പ്രകാശത്തിന്റെ വേഗത. അപ്പൊ വിവിധ മാധ്യമങ്ങളിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശത്തിന്റെ വേഗതയിലും വ്യത്യാസം ഉണ്ടായിരിക്കും. ഇങ്ങനെ വിവിധ മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ വേഗതയ്ക്ക് വ്യത്യാസം ഉണ്ടാകാനുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്രകാശിക സാന്ദ്രതയാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയും. വിവിധ മാധ്യമങ്ങളിലെ പ്രകാശ വേഗതയിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിന് കാരണം പ്രകാശിക സാന്ദ്രതയാണ്, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. ഈ പ്രകാശിക സാന്ദ്രത അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അത് പദാർത്ഥത്തിന്റെ സാന്ദ്രതയുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ആ കാര്യം പ്രത്യേകം ഓർത്തു വെച്ചോണം. അതായത് ഇപ്പം ജലത്തിലൂടെ പ്രകാശം കടന്നു പോകുന്നു. ജലത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ആ പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള ജലത്തിന്റെ കഴിവ്, അല്ലെങ്കിൽ ഗ്ലാസ്സിലൂടെ പ്രകാശം കടന്നു പോകുന്നു. ഗ്ലാസ്സിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ആ പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള ഗ്ലാസിന്റെ കഴിവ്, അല്ലെങ്കിൽ വജ്രത്തിലൂടെ പ്രകാശം കടന്നു പോകുന്നു. അങ്ങനെ വജ്രത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ആ പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള വജ്രത്തിന്റെ കഴിവ്, അതിനെ വിളിക്കുന്ന പേരാണ് പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതായത് ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ ആ പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള ആ മാധ്യമത്തിന്റെ കഴിവിനെയാണ് പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം കടന്നു പോകുമ്പോൾ പ്രകാശത്തിന്റെ വേഗതയെ സ്വാധീനിക്കാനുള്ള ആ മാധ്യമത്തിന്റെ കഴിവിനെയാണ് എങ്ങനെ വിളിക്കുന്നത്? പ്രകാശിക സാന്ദ്രത എന്ന് പറയുന്നത്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിന് വേഗത കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശത്തിന് വേഗത കൂടുതലായിരിക്കും. അപ്പോൾ പ്രകാശിക സാന്ദ്രത കുറവാണെങ്കിൽ പ്രകാശ വേഗത കൂടുതലായിരിക്കും.
പ്രകാശിക സാന്ദ്രത കൂടുതലാണെങ്കിൽ പ്രകാശ വേഗവും കുറവായിരിക്കും. അതായത് പ്രകാശിക സാന്ദ്രത ഏറ്റവും കുറവ് ശൂന്യതയിലാണ്. പ്രകാശിക സാന്ദ്രത അഥവാ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഏറ്റവും കുറവ് ശൂന്യതയിലാണ്. അപ്പൊ അവിടെ പ്രകാശത്തിന് വേഗത വളരെ കൂടുതലായിരിക്കും. പ്രകാശ വേഗത ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ്. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത അത് 3 × 10⁸ ആണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത അനുഭവപ്പെടുന്നത് ശൂന്യതയിലാണെന്ന് പറഞ്ഞു. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത അനുഭവപ്പെടുന്നത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത അനുഭവപ്പെടുന്നത് ശൂന്യതയിലാണ് എന്ന് കണ്ടെത്തിയത് ലിയോൺ ഫുക്കാൾട്ട് ആണ്. പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗത എത്രയാണ് എന്ന് ചോദിച്ചാൽ അത് 3 × 10⁸ ആണ്. എന്നാൽ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ള മാധ്യമം അത് വജ്രമാണ്, ഡയമണ്ട് ആണ്. അപ്പൊ പ്രകാശിക സാന്ദ്രത കൂടുതലാണെങ്കിൽ എന്ത് കുറയും? പ്രകാശവേഗം കുറയും. അപ്പൊ പ്രകാശിക സാന്ദ്രത ഏറ്റവും കൂടുതലുള്ളത്. പ്രകാശത്തിന് ഏറ്റവും വേഗത കുറവുള്ള മാധ്യമം ഏത് എന്ന് ചോദിച്ചാൽ അത് വജ്രമാണ്. പ്രകാശത്തിന് ഏറ്റവും വേഗത കൂടുതലുള്ളത് ശൂന്യതയിൽ. പ്രകാശത്തിന് ഏറ്റവും വേഗത കുറഞ്ഞ മാധ്യമം ഏത് എന്ന് ചോദിച്ചാൽ അത് വജ്രവുമാണ്. നമ്മൾ പറഞ്ഞു വിവിധ മാധ്യമങ്ങളില് പ്രകാശത്തിന്റെ വേഗത വ്യത്യസ്തമായിരിക്കും. ഏറ്റവും കൂടുതൽ ശൂന്യതയിലാണ്, ഏറ്റവും കുറവ് വജ്രത്തിലാണ് എന്ന് പറഞ്ഞു. ശൂന്യതയിൽ പ്രകാശത്തിന്റെ വേഗത 3 × 10⁸ ആണ്. ഇനി ജലത്തിലാണെങ്കിൽ പ്രകാശത്തിന്റെ വേഗത അത് 2.25 × 10⁸ ആണ്. ഗ്ലാസ്സിലാണെങ്കിൽ പ്രകാശത്തിന്റെ വേഗത അത് 2 × 10⁸ ആണ്. വജ്രത്തിലാണെങ്കിൽ പ്രകാശത്തിന്റെ വേഗത 1.25 × 10⁸ ആണ്. ഇങ്ങനെ വിവിധ മാധ്യമങ്ങളിൽ പ്രകാശത്തിന്റെ വേഗത വ്യത്യസ്തമായിരിക്കും. ഈ പ്രകാശത്തിന്റെ വേഗതയിൽ ഇങ്ങനെ വ്യത്യാസം ഉണ്ടാകാനുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അത് പ്രകാശിക സാന്ദ്രതയാണ് അതിനുള്ള കാരണമെന്ന് പറഞ്ഞത്. പ്രകാശത്തിന്റെ വേഗത ഏതാണ്ട് കൃത്യമായിട്ട് കണ്ടെത്തിയത് ആൽബർട്ട് എ മെക്കൻസൺ ആണ്. ആൽബർട്ട് എ മെക്കൻസൺ എന്ന് പറയുന്ന അമേരിക്കൻ സയന്റിസ്റ്റ് ആണ് പ്രകാശത്തിന്റെ വേഗത ഏതാണ്ട് കൃത്യമായിട്ട് കണക്കാക്കിയത്. പ്രകാശം സഞ്ചരിക്കുന്നത് നേർരേഖയിലായിരിക്കും എപ്പോഴും പ്രകാശം സഞ്ചരിക്കുന്നത്. അതായത് വായു, ഇത് ജലം. പ്രകാശം വായുവിലൂടെ ഇങ്ങനെ വന്ന് ജലത്തിലേക്ക് കടക്കുകയാണ്. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുകയാണ്. വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രകാശം സഞ്ചരിക്കുക. ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശം മറ്റൊരു മാധ്യമത്തിലേക്ക് സഞ്ചരിക്കുന്നു. അത് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സഞ്ചരിക്കുന്നത്. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുന്നത് ലംബമായിട്ടാണ്, പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ആ പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം ഉണ്ടാകത്തില്ല. പ്രകാശത്തിന്റെ ദിശയ്ക്ക് ഒരു ഡീവിയേഷനും ഉണ്ടാകത്തില്ല. പ്രകാശത്തിന്റെ ദിശയ്ക്ക് ഒരു വ്യതിയാനവും ഉണ്ടാകില്ല. അത് നേരെ പോകും. അപ്പൊ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുന്നത് പെർപെൻഡിക്കുലർ ആയിട്ടാണെങ്കിൽ, ലംബമായിട്ടാണെങ്കിൽ പ്രകാശത്തിന്റെ ദിശയ്ക്ക് വ്യതിയാനമൊന്നും സംഭവിക്കുന്നില്ല. എന്നാൽ ഇവിടെ വായു, ഇത് ജലം. പ്രകാശം വായുവിലൂടെ വന്ന് ജലത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുകയാണ്. പക്ഷെ വായുവിലൂടെ വന്ന് പ്രകാശം ജലത്തിലേക്ക് പതിക്കുന്നത് ചരിഞ്ഞാ പതിക്കുന്നത്. അപ്പൊ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പതിക്കുന്നത് ചരിഞ്ഞാണ് പതിക്കുന്നത് എങ്കിൽ ഇങ്ങനെ വന്ന് ചരിഞ്ഞ് ഇവിടേക്ക് പതിച്ച് ഇങ്ങനെ നേരെ പോകേണ്ടതായിരുന്നു. പക്ഷെ ഇവിടെ വെച്ച് അതിന് ഇങ്ങോട്ടാ പോയത്. അതിന്റെ ദിശയ്ക്ക് വ്യതിയാനമുണ്ടായി. അപ്പൊ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കുന്നത് ചരിഞ്ഞു പതിക്കുമ്പോൾ, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. രണ്ട് കാര്യങ്ങളും ഓർത്തു വെച്ചോണം. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം പതിക്കുന്നത് ലംബമായിട്ടാണെങ്കിൽ അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം സംഭവിക്കില്ല. എന്നാൽ പ്രകാശം ചരിഞ്ഞാണ് പതിക്കുന്നതെങ്കിൽ, ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞാണ് പതിക്കുന്നതെങ്കിൽ അതിന്റെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു.
നമ്മളിപ്പോ പറഞ്ഞതുപോലെ വായുവിൽ നിന്ന് ജലത്തിലേക്ക് പ്രകാശം കടക്കുന്നു. വായുവും ജലവും തമ്മിൽ പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഒരു മാധ്യമത്തിൽ നിന്നും മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുകയാണ്. ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുന്നു. വായുവിൽ നിന്ന് ജലത്തിലേക്കാണ് പ്രകാശം കടക്കുന്നത്. രണ്ടുപേരുടെയും പ്രകാശിക സാന്ദ്രത, ഒപ്റ്റിക്കൽ ഡെൻസിറ്റികൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ ഒരു മാധ്യമത്തിൽ നിന്നും പ്രകാശിക സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ അവയുടെ വിഭജന തലത്തിൽ വെച്ച് ഈ രണ്ട് മാധ്യമങ്ങളും തമ്മിൽ വേർതിരിയുന്ന അവരുടെ വിഭജന തലത്തിൽ വെച്ച്, ആ ബൗണ്ടറിയിൽ വെച്ച് പ്രകാശരശ്മിക്ക് ഡീവിയേഷൻ ഉണ്ടാകുന്നു. പ്രകാശരശ്മിക്ക് അവയുടെ ദിശയ്ക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസത്തിനെയാണ് നമ്മൾ അപവർത്തനം, റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ ഇവർ തമ്മിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസമുണ്ട്, പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുണ്ട്. അപ്പൊ പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അവരുടെ വിഭജന തലത്തിൽ വെച്ച്, ആ രണ്ട് മാധ്യമങ്ങളും തമ്മിൽ വേർതിരിയുന്ന ആ തലത്തിൽ വെച്ച് പ്രകാശരശ്മിക്ക് ഡീവിയേഷൻ ഉണ്ടാകുന്നു, പ്രകാശരശ്മിക്ക് വ്യതിയാനം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസത്തെയാണ് നമ്മൾ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇങ്ങനെ പറയാം, ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞു പതിക്കുമ്പോൾ അവയുടെ വിഭജന തലത്തിൽ വെച്ച് പ്രകാശരശ്മിക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തെ അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നു. ആ പ്രകാശ പ്രതിഭാസമാണ് അപവർത്തനം അല്ലെങ്കിൽ റിഫ്രാക്ഷൻ. അതായത് നമുക്ക് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നു. അപ്പൊ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായി തോന്നുന്നതിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏത് എന്ന് ചോദിച്ചാൽ അത് അപവർത്തനമാണ്. അതുപോലെ ഒരു പാത്രത്തിലെ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിരിക്കുന്ന കമ്പ്, ആ കമ്പ് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നതിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏത് എന്ന് ചോദിച്ചാൽ അതും അപവർത്തനമാണ്, അതും റിഫ്രാക്ഷൻ ആണ്. അതുപോലെ തന്നെ സൂര്യോദയത്തിന് തൊട്ട് മുമ്പും സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യപ്രകാശം കാണാൻ സാധിക്കുന്നതിന് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏത് എന്ന് ചോദിച്ചാൽ അതും അപവർത്തനമാണ്. അതുപോലെ മരീചിക എന്ന പ്രതിഭാസത്തിന് കാരണവും ഏതു തന്നെയാണ്? ഈ പറയുന്ന അപവർത്തനമാണ്. മരീചികയ്ക്ക് കാരണമാകുന്ന പ്രകാശ പ്രതിഭാസം ഏത് എന്ന് ചോദിച്ചാൽ അത് അപവർത്തനമാണ്. മരീചിക എന്ന് പറഞ്ഞാൽ മരുഭൂമികളിലും അതുപോലെ ഹൈവേകളിലും ഒക്കെ ചൂടുള്ള വേനൽക്കാല ദിനങ്ങളിൽ കാണപ്പെടുന്ന പ്രകാശത്തിന്റെ ഒരു മിഥ്യാ പ്രതിഭാസമാണ്. നമ്മൾ ഹൈവേകളിലൂടെ ഒക്കെ പോകുമ്പോൾ കുറെ ദൂരെയായിട്ട് വെള്ളം കെട്ടിക്കിടക്കുന്നതായിട്ട് തോന്നുന്ന ഒരു മിഥ്യാ പ്രതിഭാസം. ആ പ്രകാശത്തിന്റെ മിഥ്യാ പ്രതിഭാസത്തെ വിളിക്കുന്ന പേരാണ് മരീചിക എന്ന് പറയും. ഈ മരീചികയ്ക്ക് കാരണം അപവർത്തനമാണ്. ഈ മരീചികയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്, ഒരു ടേമാണ് ഫാറ്റാ മോർഗന. അപ്പൊ ചോദിക്കാം, ഫാറ്റാ മോർഗന എന്ന പദം എന്തുമായി ബന്ധപ്പെട്ടതാണ്? അത് മരീചികയുമായി ബന്ധപ്പെട്ടതാണ്. ഏത് പദം എന്ന് പറയുന്നത്? ഫാറ്റാ മോർഗന എന്ന പദം. അപ്പൊ പ്രകാശത്തിന്റെ ഒരു പ്രതിഭാസമാണ് ഏതെന്ന് പറയുന്നത്? അപവർത്തനം എന്ന് പറയുന്നത്. ഇങ്ങനെ പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളെ വിശകലനം ചെയ്തപ്പോൾ, പ്രകാശത്തിന്റെ പ്രതിഭാസങ്ങളെ പറ്റി വിശദമായിട്ട് പഠനങ്ങൾ നടത്തിയപ്പോൾ പ്രകാശത്തിന് രണ്ട് തരത്തിലുള്ള പദാർത്ഥ സ്വഭാവങ്ങൾ ഉണ്ട് എന്ന് കാണാനെ കൊണ്ട് കഴിഞ്ഞു. അതായത് ഈ പറയുന്ന തരംഗ സ്വഭാവവും കണികാ സ്വഭാവവും, വേവ് നേച്ചറും പാർട്ടിക്കിൾ നേച്ചർ, രണ്ട് തരത്തിലുള്ള സ്വഭാവം, ഡ്യുവൽ നേച്ചർ, ദ്വൈത സ്വഭാവം എന്ന് പറയും. പ്രകാശത്തിന് തരംഗ സ്വഭാവവുമുണ്ട്, പ്രകാശത്തിന് കണികാ സ്വഭാവവുമുണ്ട്. അതായത് വേവ് നേച്ചറും ഉണ്ട്, അതുപോലെ തന്നെ പാർട്ടിക്കിൾ നേച്ചറും ഉണ്ട്. പ്രകാശത്തിന്റെ വേവ് നേച്ചർ, പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം, തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്, വേവ് തിയറി പ്രപ്പോസ് ചെയ്തത് ക്രിസ്റ്റ്യൻ ഹൈഗൻസ്. ക്രിസ്റ്റ്യൻ ഹൈഗൻസ് ആണ് പ്രകാശത്തിന്റെ തരംഗ സ്വഭാവം, തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എന്നാൽ പ്രകാശത്തിന്റെ പാർട്ടിക്കിൾ നേച്ചർ, പ്രകാശത്തിന്റെ കണികാ സ്വഭാവം, അത് ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടൺ ആണ്. അപ്പൊ പ്രകാശത്തിന്റെ കണികാ സ്വഭാവം ആവിഷ്കരിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ അത് ഐസക് ന്യൂട്ടൺ ആണ്. അവിടെ ഒരു കാര്യം പ്രത്യേകം ഓർത്തു വെച്ചേക്കുക,
വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് തിയറി, വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ അത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ. ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ആണ് വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത്. എന്നാല് പ്രകാശം വൈദ്യുത കാന്തിക തരംഗങ്ങളാണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ് പ്രകാശം എന്ന് പറയുന്നത്, വൈദ്യുത കാന്തിക തരംഗങ്ങളാണ് എന്ന് കണ്ടെത്തിയത് ആരെ എന്ന് ചോദിച്ചാൽ അത് ഹെൻറിച്ച് ഹെർട്സ് ആണ്. അപ്പൊ വൈദ്യുത കാന്തിക തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെല്ലും പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണ് എന്ന് തെളിയിച്ചത് ഹെൻറിച്ച് ഹെർട്സുമാണ്. നമ്മള് പ്രകാശത്തിന്റെ വേഗതയെ പറ്റി പറഞ്ഞു. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗത അനുഭവപ്പെടുന്നത് ശൂന്യതയിലാണെന്ന് പറഞ്ഞു. പ്രകാശത്തിന് ഏറ്റവും കുറവ് വേഗത അനുഭവപ്പെടുന്ന മാധ്യമം അത് വജ്രമാണെന്ന് പറഞ്ഞു. എന്നാൽ പ്രകാശത്തിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് സങ്കല്പിക്കപ്പെടുന്ന കണികകളാണ് ടാക്കിയോണുകൾ എന്നാ വിളിക്കുന്നത്. പ്രകാശത്തിനേക്കാളും വേഗതയിൽ സഞ്ചരിക്കുന്നു എന്ന് സങ്കല്പിക്കപ്പെടുന്ന കണികകളാണ് ഏതെന്ന് പറയുന്നത് ടാക്കിയോണുകൾ. ഈ ടാക്കിയോണുകളെ കണ്ടെത്തിയത് ECG സുദർശനാണ്. എന്തിനെ കണ്ടെത്തിയത്? ടാക്കിയോണുകളെ കണ്ടെത്തിയത്. അപ്പൊ ടാക്കിയോണുകളെ കണ്ടെത്തിയത് ആരെ എന്ന് ചോദിച്ചാൽ അത് ECG സുദർശനാണ്. എന്നാൽ ഈ ടാക്കിയോൺ എന്ന പദം, ടാക്കിയോൺസ് എന്ന ടേം, ആ പദം ആദ്യമായി ഉപയോഗിച്ചത് ആരെ എന്ന് ചോദിച്ചാൽ അത് ജെറാൾഡ് ഫെയിൻബെർഗ്. ടാക്കിയോൺസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് ജെറാൾഡ് ഫെയിൻബെർഗ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഏത് പദം ഉപയോഗിച്ചത്? ടാക്കിയോൺസ് എന്ന പദം ഉപയോഗിച്ചത്. അപ്പോഴേ പ്രകാശത്തിനെ പറ്റിയും പ്രകാശത്തിന്റെ പ്രതിഭാസമായ അപവർത്തനത്തെ പറ്റിയുമാണ് നമ്മൾ പഠിച്ചത്. നിങ്ങൾക്ക് ഈ ചാനലിലെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പ്രകാശത്തിന്റെ മറ്റ് പ്രതിഭാസങ്ങളുമായി ബന്ധപ്പെട്ട് നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. നന്ദി.